തിരുവനന്തപുരം നെടുമങ്ങാട് ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ജ്യൂസിൽ ചത്ത പല്ലിയെന്ന് പരാതി. ജ്യൂസിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇന്നലെ നെടുമങ്ങാടുന്ന് ഒരു ബേക്കറിയിൽ നിന്നൊരു ഫ്രൂട്ടി വാങ്ങിച്ചു കുടിച്ചിട്ട് തമ്പാനൂർ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഛർദിലുണ്ടായി. ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു. അപ്പം ഈ സ്മെല്ല് കണ്ടുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിലൊരു പല്ല് ചത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത്, ഇത് പുറത്ത് പറയല്ലേ മാഡം, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പുറത്ത് പറയല്ലേ മാഡം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഗുഡ് ഈവനിങ്. വാർത്ത കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നു. ഇത് എന്തൊരു കഷ്ടമാണ്. നമ്മൾ വലിയ വിശ്വാസത്തിലാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും ഇതുപോലെ ജ്യൂസൊക്കെ വാങ്ങി കുടിക്കുന്നത്. ഇതെങ്ങനെയാണ് ചത്ത പല്ലി ജ്യൂസിനകത്ത് വന്നത്? വൃത്തിഹീനമായ സാഹചര്യത്തിലാണോ ഹോട്ടൽ അല്ലെങ്കിൽ ബേക്കറി പ്രവർത്തിച്ചിരുന്നത്? ശ്രീനിത, കഴിഞ്ഞ ദിവസമാണ് ഈ പാലോട് സ്വദേശിനി രുക്മ നെടുമങ്ങാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബേക്കറിയിൽ നിന്ന് ഈ മുന്തിരി ജ്യൂസ് വാങ്ങിക്കുന്നത്. അതിനുശേഷം അവർ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. തുടർന്ന് തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിലെത്തി. ആ ഒരു ഘട്ടത്തിലാണ് അവർ ഈ ജ്യൂസ് കുടിക്കുന്നത്. അതിനുശേഷം ഇവർക്ക് വലിയ തോതിൽ ഛർദി ഉൾപ്പെടെ അനുഭവപ്പെട്ടു. പിന്നീട് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള ഇവരുടെ ഒരു ബന്ധു വീട്ടിലെത്തി. അതിനുശേഷമാണ് ഈ മുന്തിരി ജ്യൂസിൻ്റെ കുപ്പി പരിശോധിച്ചപ്പോൾ ഇതിൽ ചത്ത പല്ലിയെ കണ്ടെത്തി. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റി അധികൃതർക്കുൾപ്പെടെ ഈ രുക്മ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഫുഡ് സേഫ്റ്റി അധികൃതർ ഈ കടയിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ പരിശോധനയിൽ നിലവിൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഈ കടയ്ക്ക് മറ്റെന്തൊക്കെയോ നിയമലംഘനങ്ങളുടെ പേരിൽ ഫൈൻ അടിച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ലഭിച്ച ഈ ജ്യൂസ് പരിശോധനയ്ക്കായി ഈ ഫുഡ് സേഫ്റ്റി അധികൃതർ അയച്ചിട്ടുണ്ട്. എന്നാലും ഈ പരിശോധനാ ഫലം വരുന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ രുചികരമായ ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടിയൊക്കെയാണ് ജ്യൂസ് വാങ്ങിക്കുക. പക്ഷേ അതിലാണ് ഇത്തരത്തിൽ ചത്ത പല്ലിയെ കിട്ടിയെന്നൊരു പരാതി വരുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടക്കാനുണ്ട്. കാരണം ഈ സമീപകാലത്തൊക്കെ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് തന്നെ ചില വാർത്തകളൊക്കെ ഇത്തരം വ്യാജ ആരോപണമാണ്, വ്യാജ പരാതിയാണെന്നൊക്കെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നാൽ മാത്രമേ ഇവരുടെ പരാതി യാഥാർത്ഥ്യമാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള കൃത്രിമമുണ്ടോ എന്ന് മനസ്സിലാവുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റിയുടെ പരിശോധന നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി എന്തായാലും തൃപ്തികരമാണ്. ഇവർക്ക് ഛർദി ഉൾപ്പെടെ ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അതുപോലെ തന്നെ പരാതി വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അതിൽ അന്വേഷണം നടക്കണം. ഗൗരവമേറിയ പരാതി തന്നെയാണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, അത് അന്വേഷിക്കണം. എന്നിട്ട് വേണം നടപടികളിലേക്ക് കടക്കാനായിട്ട്, അല്ലേ?